അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. യെഹോയാക്കീം രാജാവിനോട് പാപം ചെയ്യരുതെന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചു എന്ന കാരണത്താൽ യിരെമ്യാവിനെ പിടിച്ച് തടവിൽ ഇട്ടിരിക്കുകയാണ്. ഈ സമയത്ത് യഹോവ വീണ്ടും അരുളപ്പാട് അറിയിക്കുകയാണ്. എന്നാൽ തടവിൽ കിടക്കുന്ന യിരെമ്യാ പ്രവാചകനെ രാജാവിനെ അറിയിക്കുവാൻ നിവൃത്തി ഇല്ലാതിരുന്നതിനാൽ തൻ്റെ കൂട്ടുപ്രവർത്തകനായ ബാരൂക്കിനോട് യിരെമ്യാവ് പറഞ്ഞു, ഞാൻ തടവിൽ കിടക്കുന്നു. രാജാവിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ കഴിയാത്തതിനാൽ നീ ഒരു ചുരുൾ എടുത്ത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതിൽ എഴുതി രാജാവിനെ വായിച്ച് കേൾപ്പിക്കണം. യിരെമ്യാവ് പറഞ്ഞു കൊടുത്തെഴുതിയ ചുരുൾ ബാരൂക്ക് ഇസ്രയേൽ പ്രഭുക്കന്മാരെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അവർ അത് രാജാവിനെ അറിയിച്ചു. രാജാവ് ആ ചുരുൾ കഷ്ണങ്ങളാക്കി നെരിപ്പോടിലിട്ട് കത്തിച്ചു കളഞ്ഞു. തന്നെയുമല്ല, ബാരൂക്കിനെയും യിരെമ്യാവിനെയും പിടിക്കുവാനായി ആളുകളെ ഏർപ്പാടാക്കി. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. യഹോവയെയും യിരെമ്യാവിനെയും ബഹുമാനിക്കാതെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എഴുതിയ ചുരുൾ കത്തിച്ചു കളഞ്ഞ യഹോയാക്കീം രാജാവായ യഹൂദ രാജാവിനെ ബാബേൽ ചക്രവർത്തിയായ നെബൂഖദ്നേസർ രാജാവ് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ദാനിയേലും കൂട്ടുകാരും ഉണ്ടായിരുന്നു. ബാബേൽ ചക്രവർത്തി പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പും ദാനിയേലും കൂട്ടുകാരും ദൈവത്തെ ഭയമുള്ളവരും ന്യായപ്രമാണം അനുസരിക്കുന്നവരുമായിരുന്നു. ഇപ്പോൾ അവർ രാജാവിൻ്റെ കസ്റ്റഡിയിൽ ബാബേലിലായിരുന്നിട്ടും പാപം ചെയ്യുവാൻ അവർ കൂട്ടാക്കുന്നില്ല. പാപം ചെയ്ത് ജീവിച്ചവർ ബാബേലിൽ വലിയ കഷ്ടതയിലാണെങ്കിലും ദാനിയേലിനും കൂട്ടുകാർക്കും ദൈവം ഒരു അവസരം കൊടുക്കുന്നു. യോഗ്യർ ആയ ചില ബാലന്മാർക്കാണ് അവസരം. ആ കൂട്ടത്തിൽ ദാനിയേലും കൂട്ടുകാരും ഉണ്ടായിരുന്നു. പാപത്തെ വെറുക്കുന്ന വ്യക്തികൾ എവിടെയായിരുന്നാലും അവർ പാപം ചെയ്യുകയില്ല. അടിമയായിട്ടാണ് അവർ ജയിലിൽ കിടക്കുന്നത്. ഒരു തെറ്റും ദാനിയേൽ ചെയ്തിട്ടില്ല. ദൈവത്തെ ഭയപ്പെട്ട് ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നോർത്ത് അവൻ ദൈവത്തോട് പിറുപിറുത്തില്ല. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായി തുടരുവാൻ തന്നെ തീരുമാനിച്ചു. രാജാവിൻ്റെ കൊട്ടാരത്തിൽ സേവ ചെയ്യുന്ന ജോലിക്കായി ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് രാജഭോജനവും രാജവീഞ്ഞുമുണ്ട്. തന്നെയുമല്ല, കൽദയരുടെ വിദ്യയും ഭാഷയും പഠിക്കുകയും വേണം. അവൻ്റെ പേര് മാറ്റിയപ്പോൾ അവൻ എതിർത്തില്ല. കൽദയരുടെ ഭാഷ അവൻ എതിർത്തില്ല. കൽദയരുടെ വിദ്യ അവൻ എതിർത്തില്ല. രാജാവിൻ്റെ ഭോജനവും അവൻ കുടിക്കുന്ന വീഞ്ഞും അവൻ ഉപയോഗിക്കുകയില്ല എന്ന് തീരുമാനിച്ചു. യെരുശലേമിൽ നിന്നും പിടിച്ചുകൊണ്ട് പോകപ്പെട്ട യെഹോയാക്കീൻ എന്ന യഹൂദ രാജാവ് രാജഭോജനവും അവൻ കുടിക്കുന്ന വീഞ്ഞും ഉപയോഗിച്ചു. യഹൂദായിൽ നിന്നും അടിമകളായി വന്ന അനേകരുണ്ട്. അവർക്ക് തോന്നിയതുപോലെ ജീവിച്ചു. എന്നാൽ ദാനിയേൽ ന്യായപ്രമാണം അനുസരിച്ച് തന്നെ ജീവിക്കുവാൻ തീരുമാനിച്ചു. അവൻ രാജഭോജനം കഴിക്കുകയും രാജവീഞ്ഞ് കുടിക്കുകയും ചെയ്താൽ ആരും അവനെ ചോദ്യം ചെയ്യുകയില്ല. പക്ഷേ അതൊന്നും ദാനിയേൽ നോക്കുന്നില്ല. കാരണം അവൻ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. മറ്റാരെങ്കിലും കാണും എന്നതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുന്നവർ അവസരം ലഭിച്ചാൽ പാപം ചെയ്യുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പാപത്തെ വെറുക്കുന്നവർ എവിടെയായിരുന്നാലും എത്ര ലാഭം ലഭിച്ചാലും അവർ പാപം ചെയ്യുകയില്ല. എത്ര സുഖം ലഭിച്ചാലും അവർ പാപത്തിലേക്ക് വഴുതി വീഴുകയില്ല. ന്യായപ്രമാണം അനുസരിച്ച ഇസ്രായേൽ മക്കൾ മൃഗത്തിൻ്റെ രക്തം തിന്നുവാൻ പാടുള്ളതല്ല. ജാതികൾക്കത് വിഷയമല്ല. രാജഭോജനം മാംസം മിക്കവാറും മൃഗത്തെ അറുത്താണോ കൊല്ലുന്നതെന്ന് നമുക്കറിയില്ല. കഴുത്ത് അറുത്താണെങ്കിൽ രക്തം ഒഴുകിപ്പോയിക്കൊള്ളും, അല്ല എങ്കിൽ മാംസത്തോടൊപ്പം രക്തമുണ്ടാകും. അങ്ങനെയായാൽ അത് ന്യായപ്രമാണത്തിനെതിരാണ്. തന്നെയുമല്ല, ബാബേൽ ചക്രവർത്തി ബാലിൻ്റെ സേവകനാണ്. അവൻ്റെ ഭക്ഷണം അവൻ്റെ ദേവന് കൊടുത്തതിന് ശേഷം ബാക്കി മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ എന്നൊരു അഭിപ്രായമുണ്ട്. വീഞ്ഞിൻ്റെ കാര്യത്തിൽ ന്യായപ്രമാണം അവനെ വിലക്കുന്നില്ല. എങ്കിലും ദാനിയേൽ വീഞ്ഞ് ഒഴിവാക്കിയതിന് കാരണമായി പറയുന്നത് ഒന്നുകിൽ വീഞ്ഞും ബാലിന് കൊടുത്തതിൻ്റെ ബാക്കി, അതായത് ബാലിന് നിവേദിച്ചതിന് ശേഷം മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതല്ല എങ്കിൽ ദാനിയേൽ നാസീർ വ്രതക്കാരനാകുവാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. എന്തു തന്നെയായാലും രാജാവിൻ്റെ ഭോജനവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും തന്നെ അശുദ്ധനാക്കും എന്ന് ദാനിയേലിലുള്ള ദൈവാത്മാവ്
അവന് ബുദ്ധി ഉപദേശിച്ച് കാണും. അതും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. രാജഭോജനവും രാജവീഞ്ഞും തന്നെ അശുദ്ധനാക്കും എന്ന് അവൻ മനസ്സിലാക്കുകയും ദാനിയേൽ അത് ഉപേക്ഷിക്കുവാൻ തയ്യാറാവുകയും ചെയ്തു. ദാനിയേലിൻ്റെ തീരുമാനം ദൈവം ഇഷ്ടപ്പെടുന്ന തീരുമാനമായിരുന്നു. അതിനാൽ തന്നെ ഷണ്ഡാധിപനെ ദാനിയേലിനോട് ദൈവം കരുണ തോന്നുമാറാക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ ശോധന ചെയ്യുന്ന നാളുകളാണ് അത് എന്ന് ഓർക്കണം. ഞാൻ എൻ്റെ കൈകുറ്റമില്ലായ്മയിൽ കഴുകി എന്ന് വിലപിച്ച ആസാഫ് തൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഏറെക്കുറെ പിന്മാറ്റാവസ്ഥയിലേക്ക് വന്നവനാണ്. എന്നാൽ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുവാൻ അവൻ ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്നു. അതുകൊണ്ട് ആസാഫ് രക്ഷപ്പെടുകയും ചെയ്തു. ആ സ്ഥാനത്ത് അവൻ മറ്റേതെങ്കിലും പിന്മാറ്റക്കാരുടെ അടുക്കൽ തൻ്റെ പ്രശ്നം അവതരിപ്പിച്ചെങ്കിൽ നിശ്ചയമായും ആസാഫ് ദൈവസന്നിധിയിൽ നിന്നും തന്നെ പോകുമായിരുന്നു. എന്നാൽ അവൻ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ ദൈവം അവന് ചിലരെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് നല്ല നിലയിലാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചിരുന്ന പല വ്യക്തികളുടെയും വീടിനകത്ത് നരകമാണെന്നും അവർ എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്നൊരു പിടിയുമില്ലാത്ത അവസ്ഥയാണെന്നും ആസാഫ് മനസ്സിലാക്കിയത്. അവരെപ്പോലെ ആകുവാൻ ആസാഫ് കൊതിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം ആസാഫിൻ്റെ വലം കൈക്ക് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. പാപത്തിൽ പോകാതെ ദൈവം ആസാഫിനെ തടഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ദാനിയേൽ പ്രതിസന്ധിയിലാണ്. പാപം ചെയ്യാതെ ജീവിച്ചിട്ടും രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. ബാബേലിൽ വരേണ്ടി വന്നു. ബാബേലിൽ വന്നിട്ടും രക്ഷയില്ല. രാജഭോജനവും രാജവീഞ്ഞും കുടിച്ച് ന്യായപ്രമാണം ലംഘിക്കുവാൻ സാത്താൻ ഇവനെ പരീക്ഷിക്കുന്നു. ദാനിയേൽ തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ ദാനിയേലിൻ്റെ ആഗ്രഹപ്രകാരം ദൈവം ഷണ്ഡാധിപന് ദാനിയേലിനോട് കരുണ തോന്നുമാറാക്കുന്നു. പാപം ചെയ്യാതെ ജീവിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയിലും അപ്രകാരം ജീവിക്കുവാനുള്ള സാഹചര്യം ദൈവം നമുക്ക് ഒരുക്കിത്തരും. ഏതാനും ദിവസം വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 4 ബാലന്മാർ മറ്റുള്ളവരെക്കാൾ സകലത്തിലും യോഗ്യന്മാരായി കണ്ടു. ശേഷിക്കുന്ന ദിവസങ്ങളിലും ആ 4 ബാലന്മാർക്ക് വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ കൊടുക്കുവാൻ തീരുമാനിച്ചു. സകലത്തിലും അവർ നിപുണന്മാരായി തീരുകയും ചെയ്തു. ദൈവത്തെ ഭയമുള്ള 4 ബാലന്മാരെ പോലെ ആരെങ്കിലും ജ്ഞാനത്തിലും മറ്റാരും ഉണ്ടായിരുന്നില്ല. വിളിക്കപ്പെട്ട ബാലന്മാർ അനവധിയായിരുന്നു. എന്നാൽ രാജകൊട്ടാരത്തിൽ സേവിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദാനിയേലിനെയും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും മാത്രമായിരുന്നു. തൽക്കാലം പാപം ചെയ്ത് സുഖിച്ച ശേഷം ബാലന്മാർ തീറ്റിയും കുടിയും കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെടാതെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ദൈവത്തെ ഭയമുള്ള പാപത്തെ വെറുക്കുന്ന 4 ബാലന്മാർ കൊട്ടാരത്തിൽ പ്രധാനികളായിത്തീർന്നു. തന്നെയുമല്ല, രാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അവർ ഉത്തരം പറഞ്ഞു. രാജ്യത്തുള്ള മന്ത്രവാദികളെക്കാളും ജ്ഞാനികളെക്കാളും ഈ ബാലന്മാരുടെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. ദൈവത്തിന് വേണ്ടി നാം ചിലത് വേണ്ടെന്ന് വെച്ചാൽ ദൈവം അതിൽ പ്രസാദിക്കും. ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയ്ക്കും കർത്താവ് കരുതും. പാപം ചെയ്യാതെ ജീവിക്കുവാൻ ശ്രമിച്ച ദാനിയേലിനും കൂട്ടുകാർക്കും വേണ്ടി ഇപ്പോൾ ഇതാ ദൈവം പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. അത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം മറന്നുപോയി, അർത്ഥം അറിയുവാനും വയ്യ. ദേശത്തുള്ള മന്ത്രവാദി ശ്രേഷ്ഠന്മാരെയും ആഭിചാരന്മാരെയും വിളിച്ചു. ആർക്കും അറിയില്ല. സ്വപ്നം പറഞ്ഞാൽ അർത്ഥം അറിയിക്കുന്ന ജ്ഞാനികളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം ദാനിയേലിനെ മാനിച്ചു. അവൻ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും രാജാവ് അവൻ്റെ മുമ്പിൽ വീണ് കിടക്കുകയും ചെയ്യുന്നു. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്ത ദാനിയേലിൻ്റെ മുമ്പിൽ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 46-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് വീണ് കിടക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അല്പം നഷ്ടം വന്നു എന്നത് ഒരു പരാജയമല്ല. കർത്താവ് നഷ്ടം ലാഭമാക്കി തരും. അല്പം നിന്ന സഹിക്കേണ്ടി വന്നാൽ ഭാരപ്പെടേണ്ട. കർത്താവ് നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുന്നവനാണ്. ദാനിയേലിന് പ്രതിസന്ധി വലിയതായിരുന്നു. എങ്കിലും അവനും കൂട്ടുകാരും ദൈവത്തോട് പാപം ചെയ്തില്ല. എന്നാൽ ആ കുഞ്ഞുങ്ങളെ ദൈവം മാനിച്ചു. വീണ്ടും ദാനിയേലിൻ്റെ പ്രശ്നം വരുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ വിശ്വസ്തനായ ദാനിയേലിനെ ഒടുക്കുവാൻ തീരുമാനിച്ച 120 സംസ്ഥാന മേലധികാരികളും 2 പ്രധാന മേധാവികളും ചേർന്ന് ഉണ്ടാക്കിയ രേഖ നിമിത്തം 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുതെന്ന് രേഖയുണ്ടാക്കി. ആ രേഖയൊന്നും ദാനിയേലിനെ ബാധിക്കുന്നില്ല. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖ തനിക്കെതിരെ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ
അവൻ ദിവസവും ചെയ്യുന്നത് പോലെ ജെറുസലേം ദേവാലയത്തിന് നേരെ കിളിവാതിൽ തുറന്നു വെച്ച് 3 നേരവും പ്രാർത്ഥിച്ചു. മറയ്ക്കുവാനില്ലാത്തവൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ ഭയപ്പെടുന്നവൻ ആരുടെയും മുമ്പിൽ മുട്ടുമടക്കേണ്ട കാര്യവുമില്ല. ദാനിയേൽ യഹോവയോട് പ്രാർത്ഥിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടു. ഇതാൽ അവൻ്റെ ശല്യം തീർന്നു എന്ന് ശത്രു വിചാരിച്ചു. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടരുതെന്ന് രാജാവിനോട് കൽപ്പിച്ചില്ല. ദാനിയേലിനെതിരെ രേഖയുണ്ടാക്കിയപ്പോൾ ദൈവം നിശബ്ദനായിരുന്നു. ചിലപ്പോൾ ദൈവം അങ്ങനെയാണ്. കാരണം ദൈവത്തെ ഭയത്തോടെ സേവിക്കുന്ന നമ്മെ ശത്രു എത്രത്തോളം ഞെരുക്കുമെന്ന് ദൈവത്തിന് അറിയണം. ദാനിയേലിന് കരുണ കൂടാതെ സിംഹക്കുഴിയിലിട്ടു. എന്നാൽ സിംഹക്കുഴിയിൽ ദാനിയേലിനെ സ്വീകരിക്കുവാൻ ദൈവം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദാനിയേലിനോട് കൂടെ യഹോവ ഉണ്ടായിരുന്നു. സിംഹങ്ങളുടെ വായ ദൈവം അടച്ചു. യഹൂദാ ഗോത്രത്തിലെ സിംഹത്തിന് മുമ്പിൽ രാജാവിൻ്റെ സിംഹം അനങ്ങുകയില്ല. ദാനിയേലിനെ ദൈവം രക്ഷിച്ചുവെങ്കിൽ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടവരെ സിംഹങ്ങൾ തിന്നുകളഞ്ഞു. ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം തന്നെ. എന്നാൽ നാം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുവാൻ പ്രാർത്ഥിച്ചു കൊള്ളണം. ഒരു പ്രതിസന്ധി വരുന്നുണ്ടെങ്കിൽ അത് ദൈവമല്ല വരുത്തുന്നത്, എങ്കിലും ദൈവം അത് നമുക്ക് അനുകൂലമാക്കി തീർക്കുന്നു. തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന തീരുമാനമെടുത്ത ദാനിയേലിനെ ബാബേൽ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനിയാക്കി തീർത്തു. അവനെ ദൈവം വിളിക്കുന്നത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ എന്നാണ്. തന്നെയുമല്ല, ദാനിയേൽ കോരസ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. നാം ദൈവത്തെ അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിച്ചാൽ നിത്യജീവനാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പദവിയിൽ നിന്നും നമ്മെ തള്ളിയിടുവാൻ നോക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് കർത്താവിനെ പ്രസാദിപ്പിച്ച് നാം ജീവിക്കണം. അതിന് നാം ചെയ്യേണ്ടത് കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുക എന്നതാണ്. അവനെ നാം സ്നേഹിച്ചാൽ നിശ്ചയമായിട്ടും നമുക്ക് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കഴിയും. അവൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ നിശ്ചയമായും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി വന്ന് വസിക്കും. നാം നടക്കേണ്ടുന്ന പാത അവൻ കാണിച്ചു തരും. നിത്യജീവന് നമുക്ക് അവകാശികളായി തീരുവാനുള്ള അവസരവും തരും. അപ്രകാരം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് നിത്യജീവൻ അവകാശികളായി തീരുവാൻ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വ്യസനത്തോടെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ വ്യസനം മാറ്റി കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വീടില്ലാത്തവർക്ക് വീടും ജോലിയില്ലാത്തവർക്ക് ജോലിയും കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.